ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ സൂപ്പർ 8 മത്സരത്തിന് മുന്നോടിയായിട്ട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോട് മാധ്യമപ്രവർത്തകന്റെ ഒരു ചോദ്യം വന്നു. ചോദ്യമായിരുന്നു ഫസ്റ്റ് 11-ൽ സഞ്ജുവിനെ കളിപ്പിക്കുന്നുണ്ടോന്നായിരുന്നു. അപ്പോൾ ഒരു പുഞ്ചിരിയായിരുന്നു നമ്മുടെ ക്യാപ്റ്റന്റെ മറുപടി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് 11-ൽ സഞ്ജു ഇല്ലാന്ന്. അഭിഷേകിനും തിലകിനും പകരമായിട്ട് സഞ്ജുവിനെ കളിപ്പിക്കണോ എന്നായിരുന്നു ആ ചിരിയുടെ സാരാംശം. വിധിയുടെ വിളയാട്ടം ഇതൊന്നായിരുന്നില്ല കേട്ടാ. ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യനും പുല്ലുവിളാന്ന സ്ഥലത്ത് നിന്ന് വന്ന സഞ്ജുവിന് പുല്ല് വില കൊടുത്തപ്പോ സഞ്ജുവിന് കാലം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പോലെ സൈഡ് ബെഞ്ചിൽ നിന്ന് മാൻ ഓഫ് ദ ടൂർണമെന്റ് അവാർഡിലേക്ക് ഓരോ മലയാളികളുടെയും അഭിമാന നിമിഷം. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി സ്വർണത്തിന്റെ പെട്ടി ചില്ലറ കാശിട്ടൊക്കെ വെച്ചേക്കായിരുന്നു എന്ന്. യു ആർ ഗ്രേറ്റ് ചെഡ, ദ വൺ ആൻഡ് ഓൺലി സഞ്ജു സാംസൺ, ദ സ്റ്റോറി ഓഫ് സഞ്ജു വിശ്വനാഥ് സാംസൺ. 1994 നവംബർ 11 തിരുവനന്തപുരത്ത് പുല്ലുവിള എന്ന സ്ഥലത്ത് ജനനം. ചുള്ളന് വയസ്സ് 31. 2012 മുതൽ IPL സജീവം. 2014 അണ്ടർ-19 വേൾഡ് കപ്പിൽ വൈസ് ക്യാപ്റ്റൻ. വിജയ് ഹസാര ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. മികച്ച ഫോമിലെത്താൻ പറ്റാത്തതും ഭാഗ്യ നിർഭാഗ്യവും കാരണം നിശബ്ദമായി പോയൊരു പ്ലെയർ. അതുകൊണ്ടൊന്നും തീർന്നില്ല. എന്നാൽ മൂപ്പരുടെ ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും ഡിസിപ്ലിനും കാരണം വിമർശനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് 2026 വേൾഡ് കപ്പിൽ അങ്ങോട്ട് ചുള്ളന ആളി കത്തി. നെതർലൻഡ്, പാകിസ്ഥാൻ, USA, നമീബിയ എന്ന ഗ്രൂപ്പിലായിരുന്നു ഇന്ത്യ. അതിലാകെ ഇറക്കിയത് നമീബിക്കെതിരെ മത്സരത്തിലാട്ടാ. ആ കളിയിൽ നിന്ന് 8 പന്തിൽ നിന്ന് 3 ഹാട്രിക് 6ഉം ഒരു 4 ഉൾപ്പെടെ 22 റൺസാണ് നമ്മുടെ ചെക്കെടുത്തത്. സൂപ്പർ 8 തുടങ്ങണക്ക് മുന്നേ ഒരു പത്രപ്രവർത്തകൻ മര്യാദ വന്ന് ചോദിച്ചത് സഞ്ജുവിനെ ഇറക്കണ്ടോന്ന്. അപ്പൊ അവർ ചിരിച്ച് തള്ളി. അപ്പൊ അവർക്ക് മനസ്സിലായില്ലേ അവർ ഇരുമ്പിനെയാണ് തട്ടി കളിക്കണേന്ന്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മിന്നും തോൽവിയോട് കൂടി അവർക്ക് വിവരം കിട്ടി. വിൻഡീസിന്റെ ഒപ്പം തോറ്റ സെമി കാണാതെ പുറത്തുവന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ ടീം സഞ്ജുവിനെ ഇറക്കാനെ തീരുമാനിച്ചു. അവിടുന്ന് നടന്നത് പിന്നെ ചരിത്രം. ആദ്യം ബാറ്റ് എടുത്ത കരീബിയൻസ് 196 വിജയലക്ഷ്യം ഉയർത്തിയപ്പോ സഞ്ജുവും പിള്ളേരും ചേസിങ്ങിന് ഇറങ്ങി. പാർട്ണറായ അഭിഷേക് ശർമ്മ വെറും 10 റൺസ് എടുത്ത് ടാറ്റ പോയപ്പോ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ലാഘവത്തോടെ സഞ്ജു ക്രീസിൽ നിന്നു. പിന്നെ അവിടുന്ന് ബോൾ എറിയാൻ വന്ന വിൻഡീസിനെ അടിച്ചട്ടം കയറ്റിട്ടാ. 50 ബോളിൽ നിന്ന് 12 4ഉം 6 6ഉം അങ്ങനെ 97 റൺ നോട്ട് ഔട്ട്. പ്ലീസ് നോട്ട് യുവർ ഓണർ, 97 റൺ നോട്ട് ഔട്ട്. ഒരു ബോൾ കൂടെ ഉണ്ടെങ്കിൽ ചെക്കനെ സെഞ്ചുറി അടിച്ചാണ്. എന്താ ചെയ്യാ, യോഗില്ലേ. അങ്ങനെ 4 ബോൾ ബാക്കി നിൽക്കുക. 5 വിക്കറ്റിന് ചെക്കൻ ഇന്ത്യനെ സിമ്പിൾ ആയിട്ട് ജയിപ്പിച്ചു. ഈ ഒരൊറ്റ കളി മതിയായിരുന്നു സഞ്ജു ആരാന്ന് കാണിക്കാൻ. ഗാലറിയിൽ ആർപ്പുളി ആവേശം എരമ്പി വന്നു. ഇമ്മാരി ആർപ്പുളിയായിരുന്നു കേട്ടോ ഗാലറിയിലെയോ. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികൾക്കും അഭിമാന രോമാഞ്ച കഞ്ചുക നിമിഷം. ആഹാ, ഈ ഒരു കളിയിൽ ചെക്കന് തള്ളിപ്പറഞ്ഞവരും കുറ്റം പറഞ്ഞവരും തൊപ്പിയൂരി വണങ്ങി നിൽക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നത്തെ കളി ഇംഗ്ലണ്ടിനൊപ്പട്ടാ. അതിലും ചേട്ടൻ നിന്നാ കത്തി. 42 ബോളിൽ നിന്ന് 7 6ഉം 8 4ഉം അങ്ങനെ മൊത്തം 89 റൺ. സഞ്ജുവിന്റെ ഈ കോൺട്രിബ്യൂഷൻ ഉണ്ടായപ്പോ ഇംഗ്ലണ്ടിന് മുന്നിൽ ഇന്ത്യ 253 റൺസിന്റെ ഒരു ചക്ക വെച്ചു. ഇംഗ്ലണ്ടുകാരൻ ഒരു പയ്യൻ ജേക്കബ് ബദലെ നിലയുറച്ച ബാറ്റിംഗ് പെർഫോമൻസായി ഇന്ത്യൻ ആരാധകരെയും ഇന്ത്യൻ ടീമിനെ ഒന്ന് വിറപ്പിച്ചു. 48 ബോളിൽ നിന്ന് ചെക്കൻ അടിച്ചുകൂട്ടിയത് 8 4 7 6ഉം അങ്ങനെ മൊത്തം 105 റൺ. കളി ത്രില്ലിംഗ് ആക്കി മാറ്റിയ ജേക്കബ് ബദലിന് ഞാനടക്കമുള്ള ഇന്ത്യൻ ആരാധകർ ഒരു ബിഗ് സല്യൂട്ട് ഇട്ടാ. അങ്ങനെ 7 റൺസ് വിജയമായിട്ട് ഇംഗ്ലണ്ടിനെ തോപ്പിച്ച് ഇന്ത്യ കളി കയ്യിലൊതുക്കി. അടുത്ത കളി കിവീസിന്റെ ഒപ്പായിരുന്നു. ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗിന് ഇറങ്ങി. സഞ്ജു സാംസണും ഇഷാങ്ഷനും കൂടിയിട്ട് ന്യൂസിലാൻഡ് ബോളേഴ്സിനെ തല്ലിക്കൂട്ടി പഞ്ഞിക്കാട്ടു. ലാസ്റ്റ് ഓവറിൽ 24 റൺ എടുത്തിട്ട് ശിവൻ ദൂബ് കൂടി അങ്ങോട്ട് അഴിഞ്ഞാടി. അങ്ങനെ സഞ്ജു സാംസണും ഇഷാങ്ഷനും കൂടിയിട്ട് കൊന്നു ദൂബ് കുടിച്ചിട്ടു. കിവീസിന്റെ മുന്നിലേക്ക് 256 വിജയലക്ഷ്യം ഇന്ത്യ നീട്ടി. ഇന്ത്യയുടെ ബോളിംഗിന്റെയും ഫീൽഡിങ്ങിന്റെയും കരുത്തോടെ ഒരു സമ്മർദ്ദമില്ലാണ്ട് പുഷ്പം പോലെ ഇന്ത്യ കളി ജയിച്ചു. ഇന്ത്യൻ ആരാധകരും വളരെ ലാഘവത്തോടു കൂടി കണ്ട ഒരു ഫൈനലായിരിക്കും കിട്ടത്. ന്യൂസിലൻഡിന് കുറച്ച് കടന്നു നേർന്നു. അത് പലിശ സഹിതം തീർത്തുണ്ട്. 159 ഓൺ ഔട്ട്, ഓരോ ഓവർ ബാക്കി നിൽക്കുക. കളി ജയിച്ച സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് മാൻ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് നമ്മുടെ മുത്ത് സഞ്ജുവിന് കിട്ടിയത്. അപ്പൊ സഞ്ജുവിന്റെ പേരങ്ങട്ട് ഗാലറിയിൽ പ്രകമ്പനം കൊണ്ടു. ചവിട്ടി താത്ത നോക്കിയവരും കുറ്റം പറഞ്ഞവരും വിമർശിച്ചവരും ഫോമില്ല എന്ന് പറഞ്ഞവരും ഒക്കെ തല കുനിച്ച നിമിഷം സഞ്ജുവിന്റെ മധുര പ്രതികാരം. മൂപ്പര് ഇതിലൊന്നും അഹങ്കരിക്കാതെ സിമ്പിളായിട്ട് നടക്കുന്ന ആറ്റിറ്റ്യൂഡ്, അതാണ് കേരളക്കാരെ ചെക്കനെ തലയിലേറ്റ് നടക്കണേ. ഇനിയിപ്പോ അഭിമാനത്തോടെ ഓരോ പുല്ലുവിളക്കാരനും ഓരോ തിരുവനന്തപുരത്തുകാരനും ഓരോ കേരളീനും പറയും ചെക്കൻ മലയാളിയാണ്. ഇനി ചേട്ടൻ മാരിക്കുട്ടി അവാർഡുകൾ കേൾക്കണ്ടേ. T20 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന ഇന്ത്യക്കാരൻ. 2014 വേൾഡ് കപ്പിൽ 319 റൺസ് എടുത്ത വിരാട് കോഹ്ലിനെ ഈ വേൾഡ് കപ്പിൽ 321 റൺസ് എടുത്ത് ചെക്കൻ പിന്നിലാക്കി. പിന്നെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ 6 അടിക്കുന്ന ഇന്ത്യക്കാരൻ. 16 6 ആട്ട ചെക്കൻ അട്ടത്തേക്ക് വിട്ട്. പിന്നെ ഒരു മാച്ചിലെ ഏറ്റവും കൂടുതൽ റൺ എടുക്കുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ. റെക്കോർഡ് ബ്രേക്കിംഗ് സെഷൻ തന്നെയായിരുന്നു ഈ വേൾഡ് കപ്പിൽ കണ്ടത്. അതൊരു മലയാളിയുടെ. ഇനി ആരും നമ്മുടെ മുത്തിന് തഴയാൻ മുതിരില്ല കേട്ടാ. അപ്പൊ ചേട്ടാ, കേരളക്കരയിൽ നിന്ന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു കേട്ടാ. ബൈ.